ഗുണ്ടായുസവും തിണ്ണമെടുക്കും കൈമുതലാക്കിയ ഒരു ബി ജെ പിക്കാരനാണ് പ്രശാന്ത് ശിവൻ എന്ന് വ്യാപകമായി ബി ജെ പിക്കാർക്കിടയിൽ തന്നെ പരാതിയുണ്ട്. കാരണം വളരെയധികം അഗ്രസീവായിട്ടുള്ള സ്വഭാവം പ്രശാന്ത് ശിവൻ കാണിക്കാറുണ്ട്. പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ പ്രസ്താവന ഇറക്കിയ രണ്ട് ബി ജെ പി നേതാക്കളുണ്ട്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ മത്സരിക്കാൻ നിന്ന് 8 നില പൊട്ടിയ സാക്ഷാൽ ബി ജെ പിയുടെ നേതാവ് സി കൃഷ്ണകുമാറും, മറ്റൊരാൾ അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകളും ചെയ്ത പ്രശാന്ത് ശിവനും. രണ്ടുപേർക്കും വലിയ ഹേമം തട്ടുന്ന രീതിയിലുള്ള 8ൻ്റെ പണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കൊടുത്തത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരു രീതിയിലും ലഗാനും ഇല്ലാതെ വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് നടക്കുന്ന ലോക്കൽ മാധ്യമ പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാജൻ ജോസഫ് അടക്കം പലരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വാസ്തവത്തിൽ കിളിപോയ കുറേ അധികം വായി നോക്കികളാണ് ഇപ്പോൾ കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മാങ്കൂട്ടത്തിന് അതൊക്കെ ഗൗനിക്കാതെ മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ ഇരു കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നത് പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നഗരസഭയിൽ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ അഭൂതപൂർവമായ ലീഡ് പ്രശാന്ത് ശിവനെ വല്ലാതെ ഞെട്ടിക്കുകയാണ്. കാരണം ആർഷോയെ കയ്യേറ്റം ചെയ്തതുപോലെ, കാരണം CPIM-ലെ ഒരു ഗുണ്ടയാണ് ആർഷോ എന്നുള്ള രീതിയിൽ തന്നെയാണ് AISF പ്രവർത്തകർ പോലും, അതായത് CPI നേതാക്കൾ പോലും പറയുന്നു. ആർഷോ ഒരു തെരുവ് ഗുണ്ടയാണെന്നും തോന്നിവാസിയാണെന്നും ആണ് CPI നേതാക്കൾ പറയുന്നത്. അതിന് എല്ലാ രീതിയിലുള്ള കാരണങ്ങളുമുണ്ട്. തെമ്മാടിത്തരവും അഹങ്കാരവും, വായിരിക്കുന്നത് വല്ലാതെ തെറി വിളമ്പാനാണ്, എലച്ചി തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കിത്തരും ഞാൻ എന്നൊക്കെ പറയുന്ന ആർഷോയുടെ വൃത്തികെട്ട മലീനസമായ ഡയലോഗുകൾ ഈ 21ാം നൂറ്റാണ്ടിലും അന്തംകമ്മികൾ വലിയ ഭൂഷണമായി എടുത്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ആർഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ആർഷോയ്ക്കെതിരെ, അതായത് ഒരു റൗഡി വേറൊരു റൗഡിയെ കയ്യേറ്റം ചെയ്യുന്ന രീതിയാണ് ആർഷോയും പ്രശാന്ത് ശിവനും തമ്മിലുള്ള അടിപിടിയിൽ കണ്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മാങ്കൂട്ടത്തിൻ്റെ ശൈലി അതല്ല. രാഹുൽ മാങ്കൂട്ടം ജനങ്ങളെ അണിനിരത്തിയാണ് സമരം നടത്തുന്നത്. അദ്ദേഹം നിരവധിയായ പിക്കറ്റിങ്ങിലും സമരമാർഗങ്ങളിലും ലാത്തി ചാർജുകളെയൊക്കെ നേരിട്ട വ്യക്തി തന്നെയാണ്. പക്ഷേ അതൊന്നും കൈക്കരുത്തും തിണ്ണമെടുക്കും കാണിച്ചല്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനകീയ സമരങ്ങൾ നടത്തിയാണ് രാഹുൽ മാങ്കൂട്ടം ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. അദ്ദേഹത്തെ തളർത്താനും തേജോവധം ചെയ്യാനും, അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനും, അദ്ദേഹം ഒരു സാമൂഹ്യ വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാനും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പല കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് പല മാധ്യമ വ്യഭിചാര പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിലുള്ള അസഭ്യ വർഷങ്ങൾ ചൊരിഞ്ഞിട്ടും അദ്ദേഹം എന്തുകൊണ്ട് തളരുന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കരുത്താണ്, ദൃഢതയാണ്. വളരെ ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ശീലിച്ചു വന്ന ഒരു രാഷ്ട്രീയ രീതിയുണ്ട്. അതിനെ തകർക്കാനൊന്നും പ്രശാന്ത് ശിവൻ എന്നല്ല ഒരു വലിയ നേതാവിനും കഴിയുന്നില്ല എന്നുള്ളതാണ് അവരെല്ലാം വിറളി പിടിപ്പിക്കുന്നത്.